ഹലോ. ഹലോ, എന്താടി? ചാറ്റ് നിന്നെ എത്ര സമയമാണ് ഞാൻ വിളിക്കുന്നത്? നീ നീ എവിടെയുള്ളത്? വിളിച്ചില്ല. പിന്നെ ഞാൻ ഞാൻ ടൗണിലുണ്ട്. നിന്റെ കോളൊന്നും എത്തിക്കൊണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, പിന്നെ രണ്ടു ദിവസം വിളിച്ചിട്ട് കിട്ടാതെയാണ്. നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ ടൗണിൽ ഒരു സാധനം വാങ്ങിക്കാൻ വന്നേ. ഞാനിവിടെ ബീച്ചിലുണ്ട്, എന്നാ നീ ഇങ്ങോട്ട് വാ. ഇവിടെ ഇവിടുത്തെ വിളിച്ചില്ല. ആ എന്റെ അതെന്താ? ചേച്ചി അമിത്തുണ്ടാ? അമിത്തൊന്നുമില്ല. ഞാൻ തനിച്ച അമിത്തും പോണോ? എന്നാ നീ പിന്നെ ഓനെയും കൂടി വിളിച്ചോ. അതിനെയും വിളിക്കണോ? ഉം? അതിനെയും വിളിക്കണോ? നിങ്ങൾ രണ്ടാളും വന്നു. ഇവിടെ എന്തിനാ? ഇവിടെ നല്ല സ്ഥല, നമുക്ക് അത് ഉം, അതിന് എല്ലാ സൗകര്യവും ഉണ്ട്. ഞാൻ ഒറ്റക്ക് പോരെ? നീ ഒറ്റക്കായിരുന്നു ചില അവനും കൂടി ഉണ്ടെങ്കിൽ. എനിക്ക് രണ്ടാളില്ലാണ്ട് ഒറ്റക്ക് പറ്റൂല. കാരണം നിങ്ങൾ രണ്ടാളാണല്ലോ എനിക്ക് വിത്ത്. അത് രണ്ടാള് വാങ്ങിച്ചിട്ട് നീ നിർബന്ധിച്ചിട്ടല്ലേ. എനിക്ക് രണ്ടാളുണ്ടാകുമ്പോ ശരിയാവില്ല. ഒറ്റക്കാകുമ്പല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തിലൊന്ന് പെരുമാറാൻ പറ്റും. എന്നാ പിന്നെ നീ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് വാ. പിന്നെ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്, നല്ല സ്ഥലമാണ്. ആൾക്കാരുണ്ടാ? ആളൊന്നുമില്ല, ആളൊഴിഞ്ഞ സ്ഥലമാണ്. അല്ല, നീ പിന്നെ ഒറ്റക്ക് വന്നാ പോകുമ്പോ എന്നെ ഒന്ന് ആദ്യം പറയാമോ? പിന്നെ അവിടെ പോയേരം നല്ല സ്ഥലം കണ്ടായിരുന്നു നിന്നെ വിളിച്ചതാണ്. ഇന്നലെ വന്നിട്ട് ഒരു ഇതും നടന്നിട്ടില്ലല്ലോ. അതാ ചോദിച്ചേ. അതുപോലെ തന്നെ ആൾക്കാരൊന്നും ഉണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ആൾക്കാരൊന്നും ഇല്ല. ഞാൻ അങ്ങനത്തെ ഒരു ഏരിയ കണ്ടുപിടിച്ചതാണ്. അതെ, അത് ആ ബീച്ചിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയത് ഒരു ഇടിഞ്ഞു പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബീച്ചിന് കുറച്ചപ്പുറത്ത് മാറിയത്. അതിനകത്ത് ആരും ഉണ്ടാവില്ല. അതിന്റെ അടുത്ത് നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോകാം. എന്തെങ്കിലും ബീച്ച് തന്നെയൊന്ന് നമുക്ക് ആളെല്ലാം കണക്കന്നെയല്ലേ. ഒന്നോ രണ്ടോ ആള് കണ്ടാലെന്നാണ്ടേ. നീ പോയ ഏതെങ്കിലും ഒരുത്തെ കണ്ടു കഴിഞ്ഞാല് അത് മതി. ഇനിയില്ലേ പിന്നെ വരുമ്പോ നമ്മള് സ്ഥിരം എടുക്കാറുള്ള സാധനമില്ലേ എടുക്കുന്നേ? സ്ഥിരം എടുക്കുന്ന സാധനം അതും തന്നെ അതാണ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. എന്താന്ന് നീ ഉദ്ദേശിച്ചത്? കൊട കൊടയാണോ? അല്ല, ഞാൻ വിചാരിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം. അതുണ്ട് എന്റെ. അത് കൊടുത്തു. അതിനോട് വന്നിട്ട് കാര്യമില്ലല്ലോ. കൊട അത്യാവശ്യമാണ്. കൊടയെന്തിനാ? ആരെങ്കിലും പരിചയക്കാറ് അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊട കൂടി മറക്കാൻ. അത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊട പറ്റും. മനസ്സിലായ? നമുക്ക് ചെറിയ കാര്യം തുടങ്ങിയിട്ടല്ലേ നമ്മള് വലിയ കാര്യത്തിൽ പോക്ക്. എന്തായാലും നമുക്ക് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയാലോ? പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിന്റെ അതിനകത്ത് അങ്ങനെ പകലൊന്നും ആരും ഉണ്ടാവില്ല. രാത്രിയാകുമ്പോ കുറച്ച് ആൾക്കാരും ഇങ്ങനത്തെ ടീംസ് ഉണ്ടാവുമല്ലേ? ഇങ്ങനത്തെയും പല ടീംസും ഉണ്ടാവും. പിന്നെ ഇഷ്ടംപോലെ ബലൂണ് കിട്ടുന്നു അതിനകത്ത്. കണ്ടുപിടിച്ചേ? ഞാൻ കണ്ടുപിടിച്ചല്ല, നിന്റെ അമിത്ത് പറഞ്ഞ എന്റെ അടുത്ത്. എന്നിട്ട് എന്റെ അടുത്ത് പറയുകയും ചെയ്ത്. സ്ഥിരം ഏർപ്പാടായിരിക്കല്ലേ ഇത്? നമുക്ക് ഒരു തവണ കൂട്ടി നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് എന്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ നീ വിളിക്കുക പറഞ്ഞു. അപ്പൊ അല്ല, അമിത്തിനെയും കൂടി വിളിച്ചാൽ ഞാൻ പറയാ. ഇതിപ്പോ നീ അവനോട് പറയണം നമ്മൾ രണ്ടാളും കൂടെ പോയിട്ട് ഇങ്ങനെ കളിയായിരുന്നു. കളിക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ല ഏറിയ. എനിക്ക് അതുകൊണ്ടായിരിക്കും വിളിച്ചത്. പിന്നെ ഇങ്ങനെയൊന്നും കിട്ടൂല. എനിക്കിപ്പോ തിരക്കായിരിക്കും. ബലൂണ് വല്ലതും മേടിക്കണ മാത്രല്ല, എന്റെ ബലൂൺ അവിടെ കിട്ടുമെന്ന് പറഞ്ഞു പോയാല്. ഇന്നലെ പറഞ്ഞ എന്റെ കൈമലുണ്ട്. കൈമലുണ്ട്, വിളിക്കും കളയുണ്ട്. നീ എപ്പ വിളിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അതുണ്ട്. എന്നാ അതും എടുത്തോ, ഞാൻ പറഞ്ഞ സാധനം എടുത്തോ. ഒന്നേ ഉള്ളൂ. മതിയാ? ഒന്ന് ബലൂണും ഒന്ന് ബലൂൺ ഇല്ലാണ്ടോ? അത് സേഫ്റ്റിയല്ലല്ലോ. അതിലൊന്നും വലിയ നമുക്ക് ചെക്കൻ ചാടി വരുമ്പോ പുറത്തെടുത്താ പോരെ? നമുക്ക് നോക്കാം. അല്ലേ, നീ ആള് വിളിക്കണം. രണ്ട് സ്ഥലമുള്ളതുകൊണ്ട് ഒന്നിന്റെ അകത്തെ പേരും ഉണ്ടാവശ്യമുള്ളൂ. അല്ലേ? നീയില്ലേ
സമയം കളയാണ്ട് വേഗം വരാൻ നോക്കട്ടെ. അനക്ക് അല്ല സമയം കളയാണ്ട് വരാൻ ഹോസ്റ്റലിൽ കൃത്യസമയത്ത് എത്തണം. ആ വാടകയുടെ ഒരു മൂശാട്ടിയാണ്. അതന്നെയാണ് എന്റെ കുഴപ്പം. ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ വരാം, അതുകൂടി വാങ്ങിച്ചിട്ടേ വരുള്ളൂ. അവിടെ എത്തുമ്പോൾ എനിക്ക് പോകാൻ നേരെ എന്ന് പറയുന്നത്. എടാ ആ വാടക ഇന്നലെ തന്നെ എന്നോട് ചോദിച്ചത്, നീ എന്ത് ഇങ്ങനെ ലേറ്റ് ആണെന്ന്. ഞാൻ എങ്ങനെയല്ലോ കളത്തരം പറഞ്ഞ് ഊരിയതാ. ഇനി ഇന്നും കൂടി ലേറ്റ് ആയാലും മൂശാട്ട വിളിച്ചു കാണുന്നത്. അവളെയും കൂടി കൂട്ടിക്കോ, വാടകയും കൂടി, എന്നാ പിന്നെ അവളെ പ്രശ്നങ്ങൾ തീരുമല്ലോ. എനിക്ക് വീട്ടിലായതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. അന്റെ വീട്ടിൽ നിന്ന് ആരും ചോദിക്കൊന്നുമില്ല. അതെന്താ കളത്തരം പറയാ, ആണുങ്ങളല്ലേ. ഇല്ല, നീ ഒരു കാര്യം, നിന്റെ വാടനയും കൂടി കൂട്ടുക, എന്നാ പിന്നെ നമ്മൾ രണ്ടാളുണ്ടാകുമ്പോ ഒന്ന് വാടന പോയി കൂട്ടും. എന്തിനാ കുളത്തിൽ പിടിച്ച് മീൻ പിടിക്കാനാ? മീൻ പിടിക്കാനാ? അതെന്താ നിന്റെ അത് എനിക്കറിയാം, അത്ര ഓളായിട്ടാവോ? മുങ്ങി നോക്കേണ്ടി വരും. അത് നല്ലതല്ലേ, ഇറങ്ങി നോക്കാലോ. എനിക്ക് പറ്റെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് എത്തണേ, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൊളാകാണ്ട് നോക്കണം കേട്ടാ. രണ്ടാളെല്ലാം പിടിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറയാ. ആയിക്കോട്ടെ, നീ കൊളാക്കാണ്ടിരുന്നോ മതി. ഞാൻ കൊള്ളൊന്നും നോക്കൂല. നമ്മളെ ഇച്ചിരി പോണ ചെറിയ കണ്ണിക്കുറിയാണ് കുറച്ച് സാധനം. അയ്യോടാ, വലിയ തിമംഗലം പോലത്തെ വരുമ്പോ ആണ് പ്രശ്നമാവും. തിമിംഗലാണോ കണ്ണിക്കുറിയാണോ? ഞാൻ പറയാ, ഒരു നീ എന്നാ വരുമ്പോ തന്നെ അതേ അറിയിക്കറിയും. എന്നാ ഞാൻ സാധനം ഇത് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇന്നലെ വന്ന പോലെയാണെങ്കിൽ പിന്നെ നീ എന്നെ എന്റെ പേരയ്ക്ക് തരൂലേ. ഇന്ന് ഞാൻ വന്ന് നോക്കിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോഴൊക്കെ നീ പിന്നെ ഏതോ സാധനം വാങ്ങണം. അതെല്ലാം പിന്നെ ഇനി പോകുമ്പോ വാങ്ങിക്കുന്നേ. പോകുമ്പോ എത്ര മണിക്ക് പോകാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കട അടച്ചാലും ഇപ്പൊ തന്നെ ആയില്ലേ. എന്നാ വാങ്ങിയിട്ട് കൊടുത്തു. കൊറേ സാധനം ഉണ്ടാ? ഒരു ചെറിയ സാധനമാണ്, അല്ലാണ്ട് വലിയ സാധനം. ഓ, എന്നാ പിന്നെ വാങ്ങിയിട്ട് അത്യാവശ്യമുള്ള ആണെങ്കിലും വാങ്ങിയിട്ട് നീ അവിടെ ഇരിക്കെ. ഞാൻ വന്നിട്ട് പോവാം അങ്ങോട്ടേക്ക്. കേട്ടോ, നേരെ നടന്ന നീ വേഗം വരണേ. വേഗം വരും. പിന്നെ ബലൂണ് വേറെ എക്സ്ട്രാ വാങ്ങിക്കണം. വാങ്ങിച്ചേ ചിലപ്പോ പൊട്ടിപ്പോയാലോ അന്നത്തെ പോലെ. എന്റെ കളി കൊണ്ടൊന്നല്ല, നീ ഇറക്കി പിടിച്ചിട്ടില്ലേ കുട്ടിയെ? ഇറക്കി പിടിച്ചിട്ട് ബലൂൺ പൊട്ടിച്ചിട്ട് എന്നോട് പറയുന്നു. എങ്ങനെയാകാൻ നീ മലപ്പുറം ചെയ്തല്ലേ? ആരും കൊണ്ടാ കളിക്കുമ്പോ ഇങ്ങനെ ഇറക്കി പിടിക്കല്? പിന്നെ ഇതിനെ കൊള്ളു അരിഞ്ഞിട്ട് പഞ്ചാരക്ക് നമ്മൾ വന്നിട്ടടിക്കാം. പഞ്ചാരടിക്കുന്നല്ല കാര്യമായിട്ടിരിക്കുന്ന ഇവിടെ അടുത്തടി കൊണ്ടോ നോക്കട്ടെ. രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ട് വെക്കല്ലോ. അപ്പൊ പിന്നെ ആ സമയത്ത് പോകാൻ കഴിയുമല്ലോ. അതങ്ങനെ വെക്കാനായിട്ടില്ല പറഞ്ഞില്ല. ഞാൻ പറയുന്ന കംപ്ലീറ്റ് കേൾക്ക്. ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വരണോ അല്ല മൂന്നെണ്ണം മേടിക്കണോ? രണ്ട് മതി, അത്രയും സമയമുള്ളൂ. രണ്ട് മതി എന്ന് പറഞ്ഞാല് അത് ഈ ചില നേരത്ത് നമുക്കൊന്നും മതിയാവൂല. അല്ല, 2-3 മണി സ്റ്റോക്ക് ചെയ്യണം. നാളെയും കൂടി വരണ്ടേ? നാളെയും വരണ്ടേ? നാളെയും വരുവാനില്ല. ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ദിവസം ഇല്ലാണ്ട് പറ്റൂലെന്നായി. എന്നാ പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നാലോ? അങ്ങോട്ടൊക്കെ എന്താ വേണ്ട, എന്നിട്ട് വേണം പാടനെ പിടിച്ചിട്ട്. നോക്കെ ഞാൻ